സുഹൃത്തുക്കളെ, അസ്സലാമലൈക്കും. മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായി, കറി നമുക്ക് വേവിച്ച് കഴിക്കാൻ വേണം. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് കണ്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിന് വേര് വന്നിട്ടുണ്ട്. ഒരു 9-10 ദിവസം കറക്റ്റ് എനിക്ക് ഓർക്കാം. എന്നാൽ അതിൽ കൂടുതലായിട്ടില്ല, 2 ആഴ്ച ആയിട്ടില്ല. അപ്പം അതിതേ വേര് വന്നേക്കണണ്ട. പിന്നെ കുഞ്ഞു കുഞ്ഞു തൈകൾ അതിൻ്റെ സൈഡിൽ നിന്ന് പൊടിച്ച് വന്നുണ്ട്. ഇതേ കണ്ട. അപ്പോൾ ഇതാണ് വെള്ളത്തിൽ ഞാനിങ്ങനെ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ തൈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വളർച്ച കാണിച്ചു തരാം. അതിൻ്റെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ മണ്ണിലെടുത്ത് നടണം. നട്ടിട്ട് തലകളിങ്ങനെ വലുതായി വരുമ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേനും ഞാൻ തല മുറിച്ചെടുത്ത് വളമൊക്കെ ചേർത്ത മണ്ണ് തരണം. ഞാൻ കുറച്ചും കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് അതുപോലെ ഇതൊരെണ്ണം ഇട്ട് വെച്ച്, പക്ഷെ ഇത് മുളച്ചില്ല. ഒന്നും ആവാൻ സാധ്യതയില്ല, ഒന്നും ആയിട്ടില്ല. ഇത് ചിലപ്പോൾ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കണം. ശരിയാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷേ സൈഡിൽ നിന്നും മുള കാണില്ല, ഒരു വേരും വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തത് വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി അതുമ്പോൾ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ടായി. ഇനി അവന്മാർ വലുതാവുമ്പോൾ കുറച്ചുകൂടി വലുതാവുമ്പോൾ മണ്ണിൽ കൊണ്ട് നടണം, ഇളക്കമുള്ള മണ്ണ് നടണം. തക്കാളി തൈ ഞാൻ പാവി ഈ ട്രേയിൽ മുളപ്പിച്ചേർന്നേ. ഇവിടെ ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്ത് ഞാൻ ഒരു ദിവസം വലുതായി കഴിഞ്ഞാൽ വേറെ ചെറിയ ഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് കാന്താരി മുളച്ച് തന്നെയാണ്. ഇത് ചട്ടിയിൽ പാവിയിട്ട് വേറെ സെറ്റ്. അതിൻ്റെ ഉള്ളൊരു അത്ഭുതമുണ്ട്. കൂർക്കണ്ട, ഇത് കൂർക്ക ഞാനിവിടെ മുകളിലുണ്ടായതാ. ആ കൂർക്ക പാവി മുളപ്പിക്കുക. അതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ വച്ചിട്ടുള്ളൂ, അതൊക്കെ മുളച്ച് വന്നേ ഉള്ളൂ. അതിവിടെ മുളച്ചിട്ടുണ്ടല്ലോ. അതേ കണ്ട, ഇത് കൂർക്ക മുളയ്ക്കുന്നതാണ്. നമുക്കിനി തൈയായി വരുമ്പോൾ തക്കാളിത്തയുടെ അടുത്ത സ്റ്റെപ്പാണ്. ഇനി ഇച്ചിരി വലുതാകുമ്പോൾ ഞാൻ അതിനകത്തേക്ക് പറിച്ച് നട്ടതാണ്. കണ്ട, ഇച്ചിരി കൂടി വലിയ വാതിൽ നട്ട് ഇനി ഇതുങ്ങൾ വലുതായി വരുമ്പോൾ ഞാൻ ഗ്രോ ബാഗിലേക്കോ ഇതിലൊക്കെ നടണം ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ ഒരു മാസം ആവാനായിട്ടുണ്ട്. ഡേറ്റ് എനിക്ക് ഓർക്കണില്ല ഇത്ര ആയെന്ന്, എന്നാലും ഇത്രയൊക്കെ ആയിട്ടുണ്ട്. മൈ ഹോബീസ്, ഇഷ്ടപ്പെട്ട എൻ്റെ ഹോബിയാട്ടോ. ഇതെൻ്റെ ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ കറക്കി വാങ്ങിയത് നട്ട് ഇപ്പം ഇത്ര ആയിട്ടുണ്ട്. വെള്ളമെടുക്കാനായിട്ടില്ല, കാരണം എൻ്റെ ഇലയൊക്കെ പഴുക്കണമല്ലോ, അപ്പോഴാണത് വിളവെടുക്കുക.